അവനദ്ധവാദ്യമാണ്. കുത്തമ്പലത്തിന്റെ വ്യാപ്തിക്കനുസരിച്ചാണ് മിഴാവിന്റെ വലിപ്പം. ഒരു ബ്രാഹ്മണന് 16 ക്രിയയാണ്. 8 ക്രിയകളെ മിഴാവിന് ചെയ്യാൻ പാടുള്ളൂ. ഗർഭാധാരം മുതൽ ഉപനയനം വരെ ക്രിയ കഴിഞ്ഞാൽ താന്ത്രിക ചടങ്ങുകൾ അവസാനിക്കും. എന്താണ് അതിന്റെ കാരണം? ഇത് ബ്രഹ്മചാരിയാണ്, വേളി കഴിക്കാൻ പാടില്ല. ഇത് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ. ഇത് മൃത്തുന്നുണ്ടായി എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിന് മൃദംഗം ഒരു അപരനാമട്ട്. ഇതിന്റെ ഉപനയനത്തിൽ മൃദംഗോപനയനം എന്ന് പറയുന്നത്. അതാണ് മൃദംഗ ശൈലീശ്വരി. പഴശ്ശിരാജാവിന്റെ പരദേവതാ ക്ഷേത്രമായ പോർക്കാളി അതിന്റെ മേൽഭാഗത്താണ് മുഴക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് ആറളഫാം ബസ് കയറി മുഴക്കുന്ന ബസ്സാറിൽ ഇറങ്ങാം. ദേവലോകത്തു നിന്ന് വന്ന് മുഴക്കുന്ന തുരുണ്ട് കളിച്ചു എന്ന് പറയുന്നു. ഈ മൃദംഗ ശൈലേശ്വര വടക്കേ വാതിൽ മാടത്തിൽ പുറ്റിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട മിഴാവുണ്ട്. അതിലൊരു നറക്കല നിവേദ്യമുണ്ട്. ദിവസം ഇളങ്കോവടികൾ എഴുതിയ ചിലപ്പതികാരത്തിൽ കുടമുഴ എന്ന 2 പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നു അത് മിഴാവിനെ കുറിച്ചാണ്. കണ്ണസ്വരാമായണത്തിൽ, എഴുത്തച്ഛ രാമായണത്തിന്റെ മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതിയാണ് കണ്ണസ്വരാമായണം. ഇടായ ഗിന മിഴാവ് ഒലിയാലേവർക്കും പരിതാപം കളവർ. മിഴാവിന്റെ ധ്വനി, അതിന്റെ നാദശുദ്ധി കേട്ടപ്പോൾ സങ്കടമുള്ളവരൊക്കെ സന്തോഷവുമാരായിരുന്നു. കർഷകർ അധ്വാനഭാരം തീർക്കാൻ വേണ്ടി മിഴാവ് ഉല്ലസിച്ചു എന്ന് പറയുന്നു. കുലശേഖരനും ശക്തിഭദ്രനും ഉപജ്ഞാതാക്കളായ സംസ്കൃത നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമായ കൂത്തക്കൂടിയാട്ടത്തിൽ പ്രയോഗിക്കുന്ന ഒരു തോലുകൊണ്ട് മൂടിക്കെട്ടിയ വാദ്യമാണ് മിഴാവ്. കൂടിയാട്ടം, നങ്ങ്യാർ കൂത്ത്, ഇതിലെ പ്രയോഗരീതി കണ്ടാൽ മുദ്രകൾക്ക് കൂടുന്നതും ആട്ടത്തിന് കൊട്ടുന്നതും സ്വരമധുരമായ സംഗീത ശൈലിയിലാണ്. നിഗ്രഹോ ജാതി യതി പ്രസ്താര ഇത്യരട്ട താളദശ പ്രാണാമൃതം എന്ന് പറയും. 10 കൂടിയതാണ് അടുത്ത താളം. കാലം, ക്രിയ, മാണം, യതി, പ്രസ്താരം, സ്വരം, ജാതി, വർഗം, പ്രയോഗം മാത്രം. ഇത് നാട്യശാസ്ത്രമാണ്. മറ്റൊരു പ്രയോഗം കാണണ്ട ഈ താളത്തെ കുറിച്ച്, സമയമില്ല. അതുകൊണ്ട് ഫലന്തി തിഷ്ടന്തി മിത്ര നേത്ര ന്യായേന താളാണ്. ഒരു ഉത്തമ സുഹൃത്ത് കണ്ണിമ വെട്ടുന്നത് സസൂക്ഷ്മം ശ്രദ്ധിച്ചാലേ നമുക്ക് അറിയാൻ പറ്റും. അതുമാതിരി ആയിരിക്കണത്രേ താളത്തിന്റെ ഓരോ മാത്രയും കൈകാര്യം. വാദ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഞാൻ വേറൊരു ഭാഗത്ത് പറയാം. ഇതാണ് താളം. ഈ പ്രപഞ്ചം തന്നെ താളത്തിൽ അധിഷ്ഠിത. മനുഷ്യനും താളം കൂടി അഭേദ്യമായൊരു ബന്ധമുണ്ട്. 2 ഉദാഹരണം പറയാം. താളം പിടിക്കുന്ന കുട്ടി ഒരു ഗാനമേളയോ പഞ്ചവാദ്യോ മേള നടക്കുമ്പോൾ 3 വയസ്സായ കുട്ടിയെ എടുത്ത് അതിന്റെ രക്ഷിതാവ് പോയ തനിക്ക് താളം പിടിക്കുന്നതാണ്. താരാട്ട് പാട്ട് കേട്ടുറങ്ങുന്ന പിഞ്ചു പൈതൽ. അമ്മ താളത്തിൽ പാടുന്നു, മകനോ മകളും ഉറങ്ങുന്നു. ഇത് രണ്ടും മനുഷ്യനും താളം കൂടി അഭേദ്യമായ ബന്ധത്തിന്റെ. ഇനി മദ്ദളത്തിലേക്ക് കിടക്കാം. സംഗീത മകരന്തത്തിൽ, സംഗീതമായിട്ടുള്ള ബന്ധത്തിലാണ് മദ്ദളത്തെ കുറിച്ച് ശ്ലോകം കാണുന്നത്. ദക്ഷിണാഗ്രേ സ്ഥിതോ രുദ്ര ഉമാവാമേ പ്രതിഷ്ഠിത ശിവശക്തി മയോനാഥവും മദ്ദളേ പരികീർത്തിത.
ശിവനും ശക്തിയും കൂടിയ നാദത്തോടു കൂടിയതാണ് അത്ര മദ്ദളം എന്ന് സംഗീതമകരെന്ന് പറയും. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ തുള്ളൽ കഥയിൽ പറയുന്നു, മദ്ദളമരയിൽ ഉറപ്പിച്ചീടിന വിദ്വാനോടുക പാരന്തണ്ടം. അത് വീരമദ്ദള, രാജകീയ വിളംബരത്തിനും യുദ്ധമന്യയിൽ പ്രയോഗിച്ചിരുന്ന ഒരു ഭാരം കൂടിയ സാധനമാണ്. അത് കണ്ടിട്ടാണ് അദ്ദേഹം അതങ്ങനെ എഴുതാൻ കാരണം. പിന്നത് തൊപ്പിമദ്ദളത്തിലേക്ക് പരിണാമം സിദ്ധിച്ചു. അത് കഴുത്തിലിട്ടിട്ടാണ് കളിച്ചത് തൊപ്പിമദ്ദളം. പിന്നീട് സ്വാമിയാണ് ശുദ്ധമദ്ദളം പരിഷ്കരിച്ച്, വെങ്കട്ടസ്വാമി തിരുവല്ലാമലയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹം മാധവാരൻ എന്ന ശിഷ്യന്റെ ഉപദേശപ്രകാരമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കൊല്ലം എനിക്കറിയില്ല ഈ സാധനം അരയിലാക്കി. അന്ന് കുറേ എതിർപ്പൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായില്ല. അപ്പൊ സംഗീത മകരന്ധത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം കാണുന്നുണ്ട്. ഇരയമ്മൻ തമ്പി തന്റെ ഉത്തരാസ്വയംവരം മാട്ടക്കഥയിൽ ഉത്തരന്റെ ഭാര്യമാരുടെ കുമ്മി സമയത്ത് മദ്ദളം വാതയ ചന്ദ്രലേഖ് എന്നൊരു പദം പ്രയോഗിച്ച് കാണാറുണ്ട്. ഇതിന്റെ സ്വരചിട്ടിയും സൗന്ദര്യവും സംഗീതാത്മകമായ ബന്ധം കൊണ്ടാവാം അദ്ദേഹം അത് ഇങ്ങനെ എഴുതാൻ കാരണമെന്നാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ ബാലരാമഭാരതത്തിൽ പടപ്പുറപ്പാട് സമയത്ത് അശ്വവും ആനകളും മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം കേട്ട് സ്വരം കേട്ട് ഉന്മാദമത്തരായി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ബാലരാമഭാരതത്തിൽ അങ്ങനെ ഒരു പദം കാണുന്നു. അപ്പോൾ മദ്ദളത്തെക്കുറിച്ച് വിശ്വാമിത്ര സംഹിതയിൽ കാണുന്നുണ്ട്. വാദ്യങ്ങൾ വിന്യസിക്കേണ്ട സ്ഥലത്തെപ്പറ്റി പറയുന്നുണ്ട് വിശ്വാമിത്ര സംഹിത. തത്പ്രാപ്യം ശംഖനീചയം, അതിന് കിഴക്ക് ശംഖ്. അനുഷ്ഠാനക്രിയ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ നിൽക്കേണ്ട സ്ഥലം പറയും. തത്പ്രാപ്യം ശംഖനീചയം. വന്നി കോണേച്ച കാഹളം, അഗ്നികോണിലെ കൊമ്പ്. മദ്ദളം ദക്ഷിണം വംശ, തെക്ക് ഭാഗത്താണ് ഇതിന് മദ്ദളത്തിന്റെ സ്ഥാനം. അതെങ്ങനെ കാണുന്നുണ്ട് വിശ്വാമിത്ര. ഹംസോപദേശത്തിൽ ഉപദേശത്തിൽ കാണുന്നുണ്ട്. മനുഷ്യൻ സർവഹംസപദപക്ഷത്തിലേക്കുള്ള യാത്രാവേള തപശക്തിയുടെ അങ്ങേയറ്റം എത്തുമ്പോൾ മദ്ദളം, ഓടക്കുഴൽ, വീണ എന്നിവയുടെ ശബ്ദം തനിയെ കേൾക്കാമെന്ന് പറയുന്നു. അപ്പൊ അതിന് സംഗീതമായിട്ട് ബന്ധമുണ്ടാവണം. അല്ലെങ്കിൽ സുഷിരവായത്തോടൊപ്പം വീണോടൊപ്പം അത് യോജിപ്പിക്കാൻ തന്ത്രശാസ്ത്രത്തിൽ 18 കവികളിൽ ഒരാളായിരുന്നു ഇന്നത്തെ ഗുരുവായൂർ തന്ത്രിഗുണത്തിൽപ്പെട്ട ചേനാത്മഭൂതി എഴുതപ്പെട്ട തന്ത്രശാസ്ത്രത്തിൽ ശംഖപ്രേങ്കച്ചടുല താളൂരു താളൂരു വീ രംഗച്ചാങ്കോട ബരുട പ്രവീണ ഡക്കാടുക്ക വീരമുരളി കർമ്മണ ചാബിയായി സ്പായ ദീപാസ്തമിഹ ഹേലാമഹേല ഒരു ശ്ലോകം കാണുന്നു. അതിന്റെ പേജുകൾക്ക് പടലം എന്നാ പറയാം. ഇത് 9ാമത്തെ പടലത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാമത്തെ ശ്ലോകമായിരിക്കും. മന്ത്രധ്യാനം മുഴക്കുന്ന ശംഖ്, ആഞ്ഞടിക്കുന്ന പെരിമ്പറ, ചേങ്ങില, മണി, ചെണ്ട, തിമല, ഇടയ്ക്ക, മദ്ദളം, ഓടക്കുഴൽ, വീണ. ഇത്രയും കാര്യങ്ങൾ മുന്നിൽ നടക്കണമെന്ന് പറയുന്നു ചേനാസ്തംഭൂരി. അദ്ദേഹം എഴുതിയിരിക്കുന്ന ശാരദാലേഖത്തിന്റെ ചുവട് പിടിപ്പിച്ചാണ് ഈ തന്ത്രശാസ്ത്രം എഴുതിയിരിക്കുന്നത്. ഇനി കഥകമേളത്തിൽ മദ്ദളത്തിന്റെ പ്രയോഗ രീതി അപ്പൂട്ടി കുതുളാശം ഞാൻ കലവളത്തിൽ പറഞ്ഞു അദ്ദേഹം കൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രയോഗ സംഗീതാത്മകന്യ. ചില സ്ത്രീവേഷക്കലാശങ്ങൾ, ആ ചാപ്പ് വെച്ചുള്ള വായന, എന്തൊരു സ്വരമധുര സംഗീതാത്മകമായിട്ടാണ് അദ്ദേഹം ആ മദ്ദളം കൈകാര്യം ചെയ്തിരുന്നത്. നിഷത്തിൽ പറയുന്നുണ്ട്, ഓമിതി
ഓമിതി ബ്രഹ്മ ഓമിതീതം സർവം ഓമിത്യേത ധനുകൃതി അസ്മാവ അപ്യോ ശ്രാവയന്തി. മാണ്ഡ്യോപനിഷത്ത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറയുന്നുണ്ട്. ഓമിത്യേതം അക്ഷരമിതം സർവം എന്നാണ് പറയുന്നത്. ഈ മന്ത്രങ്ങളെ ആധാരമാക്കി നോക്കിയാൽ ബ്രഹ്മം പ്രണവസ്വരൂപമാണെന്നും അക്ഷരസ്വരൂപമാണെന്നും പറയുന്നു. കഠിനോപനിഷത്തിലും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചസാരപ്രകാരം ഓങ്കാരമായും ഓങ്കാരരൂപമായും അക്ഷരബ്രഹ്മമായും ദർശിക്കപ്പെട്ട പ്രപഞ്ചബീജം നാദബീജമാണെന്നും കർമ്മഭിന്നമായ ആ ബീജം പൊട്ടി വികസിച്ച് ഇന്ന് കാണുന്ന പ്രപഞ്ചമുണ്ടായപ്പോൾ മുഴങ്ങിയ ശബ്ദം ബ്രഹ്മൻ തന്നെയാണെന്നും അനുമാനിക്കാം. നേരത്തെ പോൾസാർ പറയുണ്ടായി, പഞ്ചവാദ്യത്തിന്റെ തുടക്കം എറണാകുളം ജില്ലയിൽ നിന്നാണ്. രാമമംഗലം, മുളന്തുരുത്തി, നായത്തോട് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ല എന്നല്ല, അവിടെ നിന്നാണ് ഇത് തുടക്കം. പരീക്ഷവാദ്യം എന്ന് അദ്ദേഹം സൂചിപ്പിക്കണ്ടായി. ഈ പരീക്ഷവാദ്യത്തിൽ നിന്നാണ് പഞ്ചവാദ്യം ഉടലെടുത്തെന്ന് ഒരു ഭാഗം വാദിക്കുന്നവരുണ്ട്. ഒരു ചെണ്ട, ഒരു മദ്ദളം, ഒരു ഇടയ്ക്ക, ഒരു കൊമ്പ്, ഒരു കുഴല്, താളം, ശംഖ്, ഇതൊക്കെ കൂടി ഒരു അവീലുമായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ താളം പഞ്ചവാദ്യത്തിൻ്റെ തന്നെയാണ്. 14 അക്ഷരകാലത്തിലാണ് പ്രയോഗിക്കുന്നത്. മദ്ദളം ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഞങ്ങള് കറക്കാറുണ്ട് മദ്ദളം. ആ ഇല്ല, ഇപ്പോ ചേർത്ത് കാണുന്നുണ്ട്, ഞാൻ കൊട്ടാറുണ്ട്. അവിടെ 14 മാത്രയിലാണ് ഇത്. ഇതിന്റെ പ്രയോഗരീതി 14 മാത്രയിലാണ്. ഇതന്നെ പഞ്ചവാദ്യത്തിൻ്റെതാണ്. കേരളീയ ക്ഷേത്രവാദ്യകളികൾ മുഴുവൻ എട്ടുകൊണ്ട് കുടിക്കുക. എല്ലാവരും കേട്ടോളൂട്ടോ. പഞ്ചാരി മേളായാലും പഞ്ചവാദ്യമായാലും എന്തു വാദ്യമായാലും എട്ടുകൊണ്ട് കുടിക്കുന്നു. ഇപ്പൊ പതികാലം പഞ്ചാരിക്കൂറിന്റെ അല്ല മേളത്തിന്റെ 96 മാത്രമേ. അപ്പൊ 12 × 8 96. അപ്പൊ ഇവിടെ 16 × 6 ആകും. അപ്പൊ മാത്തമാറ്റിക്സ് തിയറി ആയിട്ട് വളരെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു സാധനമാണ് കേരളീയ ക്ഷേത്രവാദ്യ കലകൾ. എല്ലാ കലകളും അത്രയധികം മാത്തമാറ്റിക്സ് തിയറി അതിലുണ്ട്. അപ്പൊ തിമല അന്നമനയുടെ ത്രിമൂർത്തികളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അന്നമനയുടെ പ്രവേശനമാരാ, അച്യുതമാരാ, പീതാംബരമാരാ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തി ത്രിപുര സമയത്ത് സംഗീതാത്മകമായ കുറെ വാദനങ്ങൾ അവർ നടത്തി. ഉത്സാഹനെ പറ്റി കൂടുതൽ അറിയാം. ഞാൻ ഇവിടെ അങ്ങനെ പറയാൻ പാടില്ലാത്ത അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ കുളൂർ സഹോദരന്മാരെ കിട്ടി. കുളൂർ നാരായണമാരാ, കുളൂർ ചന്ദ്രമാരാ, കുളൂർ കുട്ടപ്പമാരാ ഒന്നും കൂടി പരിഷ്കരിച്ചു. ഒട്ടനവധി പരിഷ്കാരങ്ങൾ താളവട്ടങ്ങളിലും ത്രിപുട കൊട്ടുന്ന സമയത്തുള്ള വാദനത്തിലും വളരെ സംഗീതാത്മകമായി പ്രയോഗിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഇനി പല്ലാവൂർ സഹോദരന്മാരുടെ കയ്യിൽ പറയണ്ട. ഇതിലപ്പുറം ഒന്നുമില്ല. പല്ലാവൂർ ഒപ്പമാരാരുടെ ഇടയ്ക്കവാദനത്തിനൊപ്പം പല്ലാവൂർ മണിയന്മാരും കുഞ്ഞുകുട്ടന്മാരും തിമയിലുള്ള പ്രയോഗം അസാധ്യമായിരുന്നു, സംഗീതാത്മകമായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താളവാദ്യങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് സംഗീതമായ അഭേദ്യമായ ബന്ധം കാണുന്നുണ്ട്. ദുർമൂർത്തികളെ അകറ്റാൻ ഈ ശത്രുക്കൾ ഉച്ചാടനത്തിന് ദുന്ദുവി പ്രയോഗിച്ചിരുന്നു എന്ന് വേദം പറയുന്നുണ്ട്.
30ഓളം മന്ത്രങ്ങൾ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദുന്ദു പ്രയോഗിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തിലാണ്. എന്തായാലും സമയം കഴിഞ്ഞു. ഇത്രയും